ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലേണർ ആൻഡ് ലേണിംഗ് പ്രോസസ്സ് എന്ന മൊഡ്യൂളിൽ കൗൺസിലിംഗ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് എന്നൊരു ടേം നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലേ? കാരണം മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഫിസിക്കൽ ഹെൽത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു വ്യക്തി കൗൺസിലിങ്ങിന് പോയി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ചെറിയൊരു പ്രശ്നം, അതായത് മെൻ്റലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും നമ്മൾ ഒരു മടിയും കൂടാതെ തന്നെ കൗൺസിലറായിട്ട് സമീപിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൗൺസിലിംഗ് എന്താണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്, അതെങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള രീതിയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഡിസംബർ 2023 കൗൺസിലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാൾ റോജേഴ്സ് പ്രൊപ്പോസ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. ഓക്കെ, കാൾ റോജേഴ്സ് പ്രൊപ്പോസ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. ഓപ്ഷൻ എ റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ്, ഓപ്ഷൻ ബി സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ്, ഓപ്ഷൻ സി നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്, ഓപ്ഷൻ ഡി എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡിറക്റ്റീവ് കൗൺസിലിംഗ്. ഓക്കെ, കാൾ റോജേഴ്സ് പ്രൊപ്പോസ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ ഇതിൽ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെ കൗൺസിലിംഗ് ആണ് കാൾ റോജേഴ്സ് പ്രൊപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ കാൾ റോജർ ആരാണെന്നുള്ളത് നമുക്ക് അറിയണം, എത്ര ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ ഓപ്ഷൻസ് നോക്കുക. നിങ്ങൾ തന്നെ മൈൻഡിലൊന്ന് ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആയിരിക്കും കറക്റ്റ് ആൻസർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് എക്സ്പ്ലനേഷന് ശേഷം അല്ലെങ്കിൽ ഇതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷന് ശേഷം നമുക്കതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമുക്കിവിടെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ഓൺലി, സി ആൻഡ് ഡി ഓൺലി, സി ഓൺലി, ഡി ഓൺലി. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് ഡിസംബർ 2020 ജൂൺ 2021 മേർജ് സൈക്കിളിൽ ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ അപ്രോച്ച് ടു കൗൺസിലിംഗ് ഇൻ വിച്ച് ദ തെറപ്യൂട്ടിക് പ്രോസസ് ഡയറക്റ്റഡ് അലോങ് ലൈൻസ് കൺസിഡർ റെലവൻറ്റ് ബൈ ദ കൗൺസിലർ ഈസ് നെയിംഡ് ആസ്. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ 2 തവണ വായിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ അല്ലേ? ദ അപ്രോച്ച് ടു കൗൺസിലിംഗ് ഇൻ വിച്ച് ദ തെറപ്യൂട്ടിക് പ്രോസസ് ഡയറക്റ്റഡ് അലോങ് ലൈൻസ് കൺസിഡർ റെലവൻറ്റ് ബൈ ദ കൗൺസിലർ ഈസ് നെയിംഡ് ആസ്. അതായത് ഇവിടെ കൗൺസിലർ ഡയറക്റ്റ്ലി കൊടുക്കുന്ന ഒരു തെറപ്യൂട്ടിക് പ്രോസസ്സ്, അതായത് ആ ഒരു ട്രീറ്റ്മെന്റ് ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എക്ലക്റ്റിക് കൗൺസിലിംഗ് ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഓപ്ഷൻസും കാണുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും അതിൻ്റെ ആൻസർ മനസ്സിലായി കാണും. ഇത് പഠിക്കാത്ത ഒരു ഏരിയ ആണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഡിസംബർ 2020 ജൂൺ 2021 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് കൗൺസിലിംഗ് ഈസ് എസെൻഷ്യലി. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് കൗൺസിലിംഗ് ഈസ് എസെൻഷ്യലി ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക്, ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത് ഡിസംബർ 2020 ജൂൺ 2021 ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Any counseling theory or practice that incorporates and combines doctrines, findings and techniques selected from diverse theoretical systems is termed as. അതായത് ഏത് ടൈപ്പ് ഓഫ് കൗൺസിലിംഗിലാണ് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൗൺസിലിംഗിൽ നിന്നും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ നിന്നും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡോക്ട്രിൻസ് ചൂസ് ചെയ്യുന്നത്, അത് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള രീതിയായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എക്ലക്റ്റിക് കൗൺസിലിംഗ്, വൊക്കേഷണൽ കൗൺസിലിംഗ്. അപ്പോൾ ഇതിൽ ഏതിലാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ചൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൗൺസിലിംഗ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് എന്നൊരു ഏരിയയിൽ നിന്നും പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് പഠിക്കണം? കൗൺസിലിംഗ് എന്താണെന്നുള്ളത് പഠിക്കണം. അതുപോലെ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്, എത്ര ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ള കാര്യം പഠിക്കണം. അതുപോലെ ഇപ്പോൾ കൗൺസിലിംഗിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനും ഇത് ചോദിച്ചിട്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാം, എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്.
മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഇതുപോലെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാൾ റോജറിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ കാൾ റോജർ ഏത് ടൈപ്പ് ഓഫ് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് കൗൺസിലിംഗ് എന്താണെന്ന് നോക്കാം. Counseling is the two-way interaction between the counselor and the counselee, where the latter discusses problems to the counselor. It is the two-way interaction between the counselor and the counselee, or it is the rapport between the counselor and the counselee. അപ്പോൾ നമുക്ക് മനസ്സിലായി കൗൺസിലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് വ്യക്തികൾ ഉണ്ടാവണം. ഒന്ന് കൗൺസിലർ ആയിരിക്കും, ഒന്ന് കൗൺസിലി ആയിരിക്കും. അപ്പം നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അദ്ദേഹം പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പോവുമല്ലോ. അപ്പം ആ ഒരു വ്യക്തിനെയാണ് കൗൺസിലി എന്ന് പറയുന്നത്. അതായത് ആർക്കാണോ പ്രശ്നം ആ ഒരു വ്യക്തിയെ കൗൺസിലി എന്ന് പറയും. നമ്മൾ ആരുടെ അടുത്താണോ പോകുന്നത് അല്ലെങ്കിൽ ആരാണോ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ആ വ്യക്തിയെ കൗൺസിലർ എന്നും പറയും. സോ കൗൺസിലിംഗ് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ കൗൺസിലർ ആൻഡ് ദ കൗൺസിലി ഇൻ ഓർഡർ ടു സോൾവ് ഹിസ് പ്രോബ്ലം അല്ലേ. അതായത് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് കൗൺസിലർ എന്ത് ചെയ്യുന്നത്, കൗൺസിലറുടെ അടുത്ത് പോകുന്നത് എന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് കൗൺസിലിംഗ് ഈസ് എസെൻഷ്യലി ഡെമോക്രാറ്റിക്. ഓക്കെ, ഇറ്റ് ഈസ് ഒരിക്കലും അത് എന്താവാൻ പറ്റില്ല, ഓട്ടോക്രാറ്റിക് ആവാൻ പറ്റില്ല, ഡെമോക്രാറ്റിക് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡെമോക്രാറ്റിക് എന്നുള്ളൊരു വേർഡ് നമ്മളൊരു ക്വസ്റ്റനിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുന്നതോടുകൂടെ നമുക്കൊരു ആ ഒരു ക്വസ്റ്റൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് കൗൺസിലിംഗ് ഈസ് എസെൻഷ്യലി ഡെമോക്രാറ്റിക്. അതായത് കൗൺസിലിംഗ് എപ്പോഴും ഡെമോക്രാറ്റിക് ആയിരിക്കണം. ഡെമോക്രാറ്റിക് മീൻസ് അവർ തമ്മിൽ എന്തായിരിക്കണം, ഈ കൗൺസിലിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓപ്പൺലി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് കൗൺസിലർ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇവിടെ ഇപ്പോൾ കൗൺസിലർ പറയുന്നു അത് ഒന്നും മിണ്ടാതെ തന്നെ കൗൺസിലിംഗ് അനുസരിക്കുന്നു എന്നുള്ള കാര്യമല്ല, രണ്ടുപേർക്കും പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻറ്റയർലി ഡെമോക്രാറ്റിക് ആയിരിക്കണം. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ആണ്. ദർ ആർ 3 types ഓഫ് കൗൺസിലിംഗ്: ഡിറക്റ്റീവ് കൗൺസിലിംഗ്, നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് എക്ലെറ്റിക് കൗൺസിലിംഗ്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് കൗൺസിലിംഗും പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിരുന്നു, നമ്മൾ കണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ ടൈപ്സ് ഓഫ് കൗൺസിലിംഗും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഡിറക്റ്റീവ് കൗൺസിലിംഗ്. E.G. Williamson is the chief exponent in this viewpoint. ഓക്കെ, ഇപ്പം ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ ചീഫ് എക്സ്പോണന്റ് എന്ന് പറയുന്നത് E.G. വില്യംസൺ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. E.G. വില്യംസൺ ഈസ് ദ ചീഫ് എക്സ്പോണന്റ് ഇൻ ദിസ് വ്യൂ പോയിന്റ്. ആൻഡ് ഡിറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് കോൾഡ് കൗൺസിലർ സെന്റേർഡ് കൗൺസിലിംഗ്. ഓക്കെ, ഇതിന് കൗൺസിലർ സെന്റേർഡ് കൗൺസിലിംഗ് എന്ന് പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഡിറക്റ്റീവ് കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് കൗൺസിലർക്കാണ്. അതായത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കൗൺസിലറാണ്. അവിടെ കൗൺസിലിംഗ് ലെസ് ഇമ്പോർട്ടൻറ്റ് റോൾ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ റോള് വഹിക്കുന്നത് കൗൺസിലർ ആണ് എന്നുള്ളതാണ് ഈ ഒരു ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു എന്ത് പേര് വന്നത്, ഡിറക്റ്റീവ് കൗൺസിലിംഗ് എന്നുള്ളൊരു പേര് വന്നത്. കാരണം അവിടെ ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാ, കൗൺസിലർ ആണ്. ജസ്റ്റ് പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ പരിഹരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് കൗൺസിലിംഗ്. ബാക്കി എല്ലാ സ്റ്റെപ്സും കൊടുക്കുന്നത് കൗൺസിലർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡിറക്റ്റീവ് കൗൺസിലിംഗ്. അടുത്തത് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്. നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ ചീഫ് എക്സ്പോണന്റ് എന്ന് പറയുന്നത് കാൾ റോജർ ആണ്. ഓക്കെ, കാൾ റോജർ ഈസ് ദ ചീഫ് എക്സ്പോണന്റ് ഇൻ ദിസ് വ്യൂ പോയിന്റ്. അപ്പോൾ ഇതും നമ്മളവിടെ ക്വസ്റ്റനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ കണ്ടൊരു കാര്യമായിരുന്നു കാൾ റോജർ. കാൾ റോജർ ഈസ് ദ ചീഫ് എക്സ്പോണന്റ് ഇൻ ദിസ് വ്യൂ പോയിന്റ്, നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്. ഓക്കെ, ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് ജസ്റ്റ് റിവേഴ്സ് ടു ദാറ്റ് ഓഫ് ദി ഡിറക്റ്റീവ് കൗൺസിലിംഗ്. നമുക്കറിയാം ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു ഡിറക്റ്റീവ് കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് കൗൺസിലർക്കാണ്. അപ്പോൾ നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആർക്കായിരിക്കും, കൗൺസിലിംഗ് ആയിരിക്കും. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് തന്നെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതും. അപ്പം അതിനുള്ള ജസ്റ്റ് അത് പ്രശ്നം പരിഹരിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം കൗൺസിലർ പറഞ്ഞു കൊടുക്കുന്നു. അതിനനുസരിച്ച് തൻ്റെ പ്രശ്നം സ്വന്തമായിട്ട് പരിഹരിക്കുന്നത് കൗൺസിലിംഗ് ആയിരിക്കും. അപ്പം അതാണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്. ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സെൻറ്റേർഡ് പ്രോസസ് ആണ്. അതായത് ആർക്കാണോ പ്രശ്നം അവർക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സെൻറ്റേർഡ് പ്രോസസ് ആണ്. In this, the counseling is the pivot of the whole counseling process. ഇതിൽ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ടൈം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ആർക്കാ, നമ്മുടെ കൗൺസിലിംഗ് ആണെന്നുള്ളതാണ്. അതാണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്. ഓക്കെ, അപ്പം അതിൻ്റെ മേജർ ഡിഫറൻസസ് ആണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിറക്റ്റീവ് ആൻഡ് നോൺ ഡിറക്റ്റീവ്. അപ്പോൾ അതിൽ തന്നെ ഡിറക്റ്റീവ് എന്ന് പറയുമ്പോൾ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്.
അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ കൂടുതലും കൗൺസിലറാണ് പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കൗൺസിലർക്ക് എന്ത് ചെയ്താൽ മതി? ആ പ്രശ്നം എങ്ങനെയാ പരിഹരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. അതിനനുസരിച്ച് കൗൺസിലർ എന്ത് ചെയ്യുന്നു? ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നോൺ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈസ് ടൈം കൺസ്യൂമിങ്. കാരണം എന്താന്ന് വെച്ചാൽ കൗൺസിലർ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൗൺസിലിംഗ്. അപ്പൊ കൗൺസിലിംഗ് എന്ത് വേണം? ഒരുപാട് ടൈം വേണം അല്ലേ? ഒരുപാട് ടൈം എടുത്ത് ചിന്തിച്ച് ആ പ്രശ്നം സ്വന്തമായിട്ട് പരിഹരിക്കുകയാണ് ഇവിടെ കൗൺസിലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്, ബട്ട് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് ടൈം കൺസ്യൂമിങ്. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു. ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലർ സെന്റേർഡ് കൗൺസിലിംഗ് ആണ്. പക്ഷെ നോൺ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ കൗൺസിലി സെന്റേർഡ് ആണ്. ഈ കൗൺസിലറും കൗൺസിലിയും മാറിപ്പോവാതിരുന്നാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസറൊക്കെ കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. അടുത്തത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എംഫസിസ് ഓൺ ദി പ്രോബ്ലം ആൻഡ് ഇന്റലക്ച്വൽ ആസ്പെക്ട്സ്. ഇവിടെ കൂടുതലായിട്ടും ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു പ്രോബ്ലത്തെയാണ്. അതായത് കൗൺസിലർ ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ് അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇന്റലക്ച്വൽ ആസ്പെക്ട്സ്, ഇവിടെ കൂടുതലായിട്ടും ഇന്റലക്ച്വൽ ആസ്പെക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതാണ്. പക്ഷെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമോഷണൽ ആസ്പെക്ട്സിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ വ്യക്തിനെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലർ സെന്റേർഡ് ആണെന്ന് പറഞ്ഞു, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഇന്റലക്ച്വൽ ആസ്പെക്ട്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നോൺ ഡയറക്റ്റീവിലാവുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. എന്താ? അവിടെ ഇൻഡിവിജ്വലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ഇൻഡിവിജ്വലിന്റെ ഇമോഷണൽ ആസ്പെക്ട്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഒരുപാട് പ്രോസസ്സ് അതിൽ വരുന്നുണ്ട് അല്ലേ? അതായത് കൗൺസിലർ തന്നെയാണ് അവിടെ പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം അവിടെ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതായിട്ട് ഡയറക്റ്റ് കൗൺസിലിംഗ് സംടൈംസ് മേ ബി ഡൺ ബൈ ദ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. അതായത് അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൗൺസിലർക്ക് കൊടുക്കാൻ മാത്രം പറ്റിയൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓൾറെഡി കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് തന്നെ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ കൗൺസിലറുടെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിനടക്കം ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കൗൺസിലറുടെ അടുത്ത് ചെല്ലാന്നുള്ളതാണ്. പക്ഷെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ ഇമോഷണൽ ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൗൺസിലർക്ക് മാത്രമേ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എ ഹൈലി പ്രൊഫഷണൽ, കോമ്പീറ്റന്റ് ആൻഡ് ട്രെയിൻഡ് പേഴ്സൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ് സ്കിൽ ഈസ് റിക്വയർഡ്. അപ്പോൾ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. And in this directive counseling, method is direct and persuasive. Okay. അപ്പോൾ അത് നമുക്കറിയാം. മെത്തേഡ് എന്താ? ഭയങ്കര ഡയറക്റ്റ് ആണ് അല്ലേ? ആണ്. ഓക്കെ. അടുത്തത് മെത്തേഡ് ഈസ് ഇൻഡയറക്റ്റ് ആണ്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ വേറൊരു പേരാണ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ്. അത് എന്തുകൊണ്ടായിരിക്കും പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് കൗൺസിലർ എന്ത് ചെയ്യുന്നു? കൗൺസിലറുടെ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് അവിടെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗിന് ഡയറക്റ്റീവ് കൗൺസിലിംഗിന് അറിയപ്പെടുന്ന പേര്. പക്ഷെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെർമിസീവ് കൗൺസിലിംഗ്. സോ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഈസ് ഓൾസോ നോൺ ആസ് prescriptive counseling and non-directive counseling is also known as permissive counseling. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് എക്ലെറ്റിക് കൗൺസിലിംഗ്. ദ ചീഫ് അഡ്വക്കേറ്റ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ഈസ് തോൺ. അപ്പോൾ ആ ഒരു പേര് നോട്ട് ചെയ്ത് വെക്കുക. തോൺ ആണ് എക്ലെറ്റിക് കൗൺസിലിംഗിന്റെ ചീഫ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്ലെറ്റിക് കൗൺസിലിംഗിൽ നമ്മൾ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെയും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെയും രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് എൻറ്റയർലി കൗൺസിലർ സെന്റേർഡ് കൗൺസിലിംഗും അല്ല, ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗും അല്ല. അതാണ് ഇവിടെ പറയുന്നത്. എക്ലെറ്റിക് കൗൺസിലിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് വിച്ച് ഈസ് നൈദർ കൗൺസിലർ സെന്റേർഡ് നോർ ക്ലയന്റ് സെന്റേർഡ് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കൗൺസിലർ ആദ്യം ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ മെത്തേഡ് ആയിരിക്കും ചൂസ് ചെയ്യുക. അതായത് അവിടെ കൗൺസിലർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അദ്ദേഹം എങ്ങനെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ചൊരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ആ വ്യക്തിക്ക് തന്നെ സ്വന്തം പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാവും. അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളൊരു ധാരണ ആ വ്യക്തിക്ക് വന്നു എന്ന് തോന്നുമ്പോൾ കൗൺസിലർ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിലെ മെത്തേഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം ചെറിയൊരു സപ്പോർട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കി പ്രോസസ്സൊക്കെ നടത്തുന്നത് ആരായിരിക്കും? നമ്മുടെ കൗൺസിലർ ആയിരിക്കും. ഇപ്പോൾ ഈ എക്ലെറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റീവ് കൗൺസിലിംഗും അല്ല, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗും അല്ല, പക്ഷെ അതിന്റെ കോമ്പിനേഷൻ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അതാണ് എക്ലെറ്റിക് കൗൺസിലിംഗ്. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കൗൺസിലിംഗ് മേ ചേഞ്ച് ഫ്രം ക്ലയന്റ് ടു ക്ലയന്റ് ഓർ ഈവൻ വിത്ത് ദ സെയിം ക്ലയന്റ് ഫ്രം ടൈം ടു ടൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. അവിടെ നമ്മുടെ വ്യക്തിനെ അല്ലെങ്കിൽ കൗൺസിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൗൺസിലർ എന്ത് ചെയ്യുക, ഏത് മെത്തേഡ് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓർ വിത്ത് ടൈം ടു ടൈമും അവിടെ മാറ്റം വരുമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൗൺസിലർ ആദ്യം ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആ പോയിന്റിൽ പറയുന്നത്. അതുപോലെ ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. കാരണം കൗൺസിലർക്ക് തീരുമാനിക്കാം ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അതുപോലെ ഇവിടെ കൗൺസിലർക്കും കൗൺസിലിക്കും ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കൗൺസിലർക്ക് തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഏത് മെത്തേഡ് വേണമെന്ന്. അതുപോലെ കൗൺസിലിക്കാണെങ്കിലും ചിലപ്പോൾ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു കൗൺസിലിക്കാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ കൗൺസിലർ എന്ത് ചെയ്യും? അവിടെ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും, കൗൺസിലർക്കാണെങ്കിലും കൗൺസിലിക്കാണെങ്കിലും ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് എക്ലെറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ കൗൺസിലിംഗ് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡൂസ് ഇൻ കൗൺസിലിംഗ്: എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ആൻഡ് റാപ്പോർട്ട്, മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, ആക്റ്റീവ് ലിസണിംഗ്, എംപതി, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ്. അത് എസ്റ്റാബ്ലിഷ് ട്രസ്റ്റ് ആൻഡ് റാപ്പോർട്ട്. നമ്മൾ പറഞ്ഞു കൗൺസിലിംഗിന്റെ ഡെഫിനിഷൻ തന്നെ ഇറ്റ് ഈസ് എ റാപ്പോർട്ട് ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് ദ കൗൺസിലി എന്നാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ട ഉത്തരവാദിത്തം കൗൺസിലർക്കാണ്. അതാണ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തത് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് ആയിട്ട് ചെല്ലുന്ന ആള് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഒരു കൗൺസിലറോട് അയാൾ പറയാം. അപ്പോൾ അവിടെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാ? നമ്മുടെ കൗൺസിലർ ആണ് എന്നുള്ളതാണ്. അടുത്തത് ആക്റ്റീവ് ലിസണിങ്. കൗൺസിലർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം നല്ലൊരു ലിസണർ ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് എംപതി, ഒരു എംപതി തോന്നണം എന്നുള്ളത്. അതുപോലെ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ കൗൺസിലർക്ക് അവിടെ റോൾ ഉണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഡയറക്റ്റീവ് കൗൺസിലിംഗിലാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ റോൾ ഉള്ളത് കൗൺസിലർക്കാണ്. പക്ഷെ എന്ന് വെച്ച് അദ്ദേഹം പറയുന്നു കൗൺസിലർ അതുപോലെ അനുസരിക്കുന്നു എന്നുള്ളൊരു കാര്യമല്ല. അതായത് ആ ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് അവിടെ ഒരിക്കലും വരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൗൺസിലർ ഒരു പ്രശ്നമായിട്ടായിരിക്കുമല്ലോ കൗൺസിലർ വരിക. അപ്പോൾ ആ സമയത്ത് കൗൺസിലർ ഒരു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഒരു യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൗൺസിലറിൻ്റെ അടുത്തും എന്താണ് പ്രോബ്ലം എന്നുള്ളത് കൗൺസിലർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും സാധിക്കില്ല. അതുപോലെ കൗൺസിലിക്ക് അതിനെക്കുറിച്ച് തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. അപ്പോൾ ഒരിക്കലും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത് അവിടെ ചോദിക്കുന്നത്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അടുത്തതാണ് ഡോൺസ് ഇൻ കൗൺസിലിംഗ്. അതായത് കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, ആ ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ബ്രേക്കിംഗ് കോൺഫിഡൻഷ്യാലിറ്റി. ഡൂസ് ഇൻ കൗൺസിലിംഗിൽ പറഞ്ഞു മേക്കിംഗ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത്.
അതായത് കൗൺസിലിൽ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും കൗൺസിലറുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്താൽ ആ ഒരു ട്രസ്റ്റ് പോലും കൗൺസിലിലേക്ക് പോവും, എല്ലാ കാര്യങ്ങളും പറയാതാവും. അപ്പോൾ ഒരിക്കലും കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യരുത്. അടുത്തത് ഇന്ററപ്റ്റിംഗ് ദ ക്ലയൻറ്റ്, അതായത് ക്ലയൻറ്റിന് ഡിസ്റ്റർബ് ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മൾ അവിടെ സംസാരിക്കാനായിട്ട് പറ്റില്ല. ഇമ്പോസിങ് പേഴ്സണൽ ബിലീഫ്, അപ്പോൾ കൗൺസിലറുടെ അടുത്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, ബിലീഫ്സ് ഉണ്ടാവും, പക്ഷെ അത് ഒരിക്കലും കൗൺസിലറുടെ പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അടുത്തത് ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഡിറക്റ്റീവ് കൗൺസിലിംഗിലാണെങ്കിലും അവിടെ കൗൺസിലർക്കാണ് ഇമ്പോർട്ടൻറ്റ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ഒരിക്കലും ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ആവാൻ പാടില്ല. അതായത് ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ ഗിവിങ് അഡ്വൈസ്, സാധാരണ രീതിയിൽ ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത്, കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട് അതൊരു അഡ്വൈസ് ആണെന്നുള്ളത്. പക്ഷെ ഒരിക്കലും കൗൺസിലർ അഡ്വൈസ് കൊടുക്കുന്ന ഒരു കാര്യമല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതൊരിക്കലും ഒരു അഡ്വൈസ് ആവില്ല. അടുത്തത് മേക്കിംഗ് അസംഷൻസ്. മേക്കിംഗ് അസംഷൻസ് എന്ന് പറയുമ്പോൾ കൗൺസിലറുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ പ്രശ്നം ഇതാണെന്ന് ആദ്യം തന്നെ അവിടെ അസംഷൻ വരാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൽ നിന്നും കേട്ടതിന് ശേഷം മാത്രം അത്രയും ശ്രദ്ധിച്ച് വേണം ഈ പ്രശ്നത്തിന് കാരണം ഇതാണ് എന്നുള്ള ഒരു രീതിയിലോട്ട് കൗൺസിലർ എത്താനായിട്ട്. അടുത്തത് ഇഗ്നോറിംഗ് നോൺ വെർബൽ ക്യൂസ്. ഇഗ്നോറിംഗ് നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർബൽ ക്യൂസും അറിയാം, നോൺ വെർബൽ ക്യൂസും അറിയാം. വെർബൽ ക്യൂസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്യുന്ന രീതിയാണ് വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ആക്ഷൻ, ഇപ്പോൾ ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻസ്, നമ്മുടെ സെൻസ് ഓർഗൻ യൂസ് ചെയ്തിട്ടുള്ള ആക്ഷൻസിനെയാണ് നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കൗൺസിലിംഗിൽ അതൊരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡോൺസ് ഇൻ കൗൺസിലിംഗിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൗൺസിലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസംബർ 2023 ചോദിച്ച നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൾ റോജേഴ്സ് പ്രപ്പോസ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. ഓക്കെ, നമുക്ക് ഇപ്പം അറിയാം കാൾ റോജർ ആരാണെന്നുള്ളത്. കാൾ റോജർ ആരായിരുന്നു? നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ ചീഫ് എക്സ്പോണന്റ് ആയിരുന്നു അല്ലേ, നമ്മൾ പഠിച്ചതായിരുന്നു. അതുപോലെ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ ചീഫ് എക്സ്പോണന്റ് ആരായിരുന്നു? WG വില്യംസൺ ആയിരുന്നു. അപ്പം അതും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ കാൾ റോജർ പ്രപ്പോസ് ചെയ്ത കൗൺസിലിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ്, സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ആൻഡ് ഡയറക്റ്റീവ് കൗൺസിലിംഗ്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സി ആണ്, അതായത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ് കാൾ റോജർ പ്രപ്പോസ് ചെയ്ത ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിൽ അത് ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 1 A and B only, 2 C and E only, 3 C only, 4 D only എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണെന്ന് നമുക്ക് അറിയാം, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഇ വന്നതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഇ എന്ന് പറയുമ്പോൾ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആയതുകൊണ്ട് നമുക്കറിയാം ഡയറക്റ്റീവ് കൗൺസിലിംഗിൻ്റെ ചീഫ് എക്സ്പോണന്റ് WG വില്യംസൺ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്കറിയാം. ദാറ്റ് ഈസ് ആൻസർ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിസംബർ 2020 ജൂൺ 2021 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ അപ്രോച്ച് ടു കൗൺസിലിംഗ് ഇൻ വിച്ച് ദ തെറപ്യൂട്ടിക് പ്രോസസ് ഡയറക്റ്റഡ് അലോങ് ലൈൻസ് കൺസിഡർ റെലവൻറ്റ് ബൈ ദ കൗൺസിലർ ഈസ് നെയിംഡ് ആസ്. ഇത് ഓപ്ഷൻ കാണാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കൗൺസിലർ ആണ് ആ ഒരു പ്രോസസ്സിൽ മുൻകൈ എടുക്കുന്നത്, അതായത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആയിരിക്കും അല്ലേ. കാരണം നമ്മൾ പഠിച്ചു ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലർ സെൻറ്റേർഡ് കൗൺസിലിംഗ് ആണെന്നുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, ഡയറക്റ്റീവ് കൗൺസിലിംഗ്, എക്ലറ്റിക് കൗൺസിലിംഗ് ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താ? ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണ്. ദാറ്റ് ഈസ് ആൻസർ 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ദ കോൺസെപ്റ്റ് ഓഫ് കൗൺസിലിംഗ് ഈസ് എസെൻഷ്യലി ഡെമോക്രാറ്റിക് ആണോ, ഓട്ടോക്രാറ്റിക് ആണോ, ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക്. അപ്പം ഇതിൻ്റെ ആൻസറും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് എൻറ്റയർലി ഡെമോക്രാറ്റിക് ആവണം എന്നുള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് ആൻസർ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് 2 ചോദിച്ച അതേ ഇയറിൽ തന്നെ ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എനി കൗൺസിലിംഗ് തിയറി ഓർ പ്രാക്ടീസ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ആൻഡ് കമ്പൈൻസ് ദ ഡോക്ട്രിൻസ്, ഫൈൻഡിങ്സ് ആൻഡ് ടെക്നിക്സ് സെലക്ടഡ് ഫ്രം ഡൈവേഴ്സ് തിയററ്റിക്കൽ സിസ്റ്റംസ് ഈസ് ടേംഡ് ആസ്.
അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ നിന്ന് നമ്മൾ മെത്തേഡ്സ് ചൂസ് ചെയ്യുന്നുണ്ട്, അതിനെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പൈൻ എന്നുള്ള വാക്കിൽ തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ കറക്റ്റ് ആൻസർ എക്ലെക്റ്റിക് കൗൺസിലിംഗ് ആണെന്നുള്ളതാണ്. കാരണം എക്ലെക്റ്റിക് കൗൺസിലിംഗിലാണ് നമ്മൾ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ നിന്നും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ നിന്നും മെത്തേഡ്സ് ചൂസ് ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ആൻസർ 3. ഓക്കെ, അടുത്തത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു, ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് കൂടുതലായിട്ട് മാർക്ക് പോകാനായിട്ടുള്ളൊരു ചാൻസ്. കാരണം അത് വായിച്ചെടുത്ത് മനസ്സിലാക്കി ചിലപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും കറക്റ്റ് ആണെന്ന് തോന്നാം, അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആയിരിക്കും പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കില്ല. ആ ഒരു രീതിയിലൊക്കെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ എ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ ആർ. അവിടെ അസേർഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൗൺസിലിംഗ് ഈസ് എ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗൈഡൻസ് വർക്കർ ആൻഡ് ദ പേഴ്സൺ ഹു സീക്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗൈഡൻസ്. ഓക്കെ, അതാണ് അസേർഷൻ. അതായത് എന്താ, കൗൺസിലിംഗ് ഈസ് എ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗൈഡൻസ് വർക്കർ. ഗൈഡൻസ് വർക്കർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അത് കൗൺസിലർ ആയിരിക്കും അല്ലേ. അതായത് ആരാണോ അവിടെ ഗൈഡ് ചെയ്യുന്നത്, ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ആ വ്യക്തിയും ആൻഡ് ദ പേഴ്സൺ ഹു സീക്സ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഗൈഡൻസ്, ആ ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഗൈഡൻസിന് വേണ്ടി വരുന്ന ആളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് കൗൺസിലിംഗ് എന്നുള്ളതാണ് ഇവിടെ അസേർഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് റീസൺ നോക്കാം. വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് റീസൺ. കൗൺസിലിംഗ് ഈസ് ആൻ intimate interpersonal relationship in which one person by virtue of his special training and skills is recognized as the helper while the other person is recognized as an individual or group with a problem who can benefit from the former. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, കാരണം ഇത് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 തവണ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം ഉത്തരം എഴുതാനായിട്ട് പറ്റിയൊരു ക്വസ്റ്റൻ ആണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റൻ. അപ്പോൾ കൗൺസിലിംഗ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, റാപ്പോർട്ട് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ വിച്ച് വൺ പേഴ്സൺ ബൈ വെർച്യൂ ഓഫ് ഹിസ് സ്പെഷ്യൽ ട്രെയിനിങ് ആൻഡ് സ്കിൽസ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഹെൽപ്പർ. ഓക്കെ, അപ്പോൾ ആ സ്കില്ലൊക്കെ അക്യൂർ ചെയ്ത ഒരാൾ ഹെൽപ്പറാണ് അവിടെ, അതുവരെ ശരിയാണ് അല്ലേ. അടുത്തത്, while the other person is recognized as an individual or group with a problem who can benefit from the former. അതായത് അതൊരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, അടുത്ത പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അവർക്കായിരിക്കും അവിടെ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ഫസ്റ്റ് പറഞ്ഞ ആള്, അതായത് പ്രോബ്ലം പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ആള്, ആ ഒരു സ്കില്ലുള്ള ആള് കൗൺസിലർ ആയിരിക്കും. അടുത്ത വ്യക്തി എന്തായിരിക്കും? കൗൺസിലർ ആയിരിക്കും. അപ്പോൾ ഇതും എന്താ, ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ഓപ്ഷൻ 1. ഓപ്ഷൻ 2, ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ്. അടുത്തത് എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്, എ ഈസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പം നമുക്കറിയാം 2 സ്റ്റേറ്റ്മെന്റും ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള അസേർഷനും റീസണും ട്രൂ ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് വ്യക്തമായി. ഇനി അറിയേണ്ടത് അപ്പോൾ ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആണ്. പക്ഷെ ഇനി നമുക്ക് അറിയേണ്ട കാര്യം ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? കൗൺസിലിംഗ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞു, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കൗൺസിലിംഗ് എന്നൊരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്കറിയുന്ന കൗൺസിലിംഗേ അല്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ കൗൺസിലിംഗ് നിന്ന് വരുന്ന സമയത്ത് നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.